കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വൈദേഹി ചേച്ചി അച്ഛമ്മ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്നോർത്ത് സന്തോഷിച്ചിരിക്കുക. ഇനിയിപ്പോ വൈദേഹി ചേച്ചി തിരിച്ച് വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ അച്ഛമ്മയുടെ അവസ്ഥ എന്താവും? എന്താ ജഗ, ഈ ഉദാഹരണം പോരെ? ഇനി ആ പണി ഇവനെ ഏൽപ്പിക്കാലോ അല്ലേ? പിന്നെ അതിലെന്താ കുഴപ്പം ചേട്ടാ? ദേവൻ മിടുക്കനാണെന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാം. അവൻ മിടുക്കനാണത്ര. ദേവൻ മിടുക്കനാണെന്ന്. ആവേശം കാണിച്ചിട്ട് കാര്യമില്ല. സമയം ഒത്തുവരുന്നവരെ കാത്തിരിക്കണോടാ. കാത്തിരുന്ന് അവസാനം ഒന്നും കിട്ടാതെ ആവും. പിന്നെ തെരുവിലിറങ്ങി പിച്ച എടുക്കാം. ഒരു വിധത്തിലാ ബാധ ഒഴിപ്പിച്ചത്. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെ ഈ വീട്ടിൽ നിന്നൊരു പിശാച് ഇറങ്ങിപ്പോയതുപോലായി. അതിന്റെ പേരിൽ ഇനി എനിക്കൊരു പാപം ഏൽക്കാതിരിക്കാനല്ലേ ദേ ഇങ്ങനെ ഈ ശ്രീരാമനാമം എഴുതി തള്ളുന്നത്. ഭഗവാനെ, ഈ ബാധ ഒഴിഞ്ഞു എന്ന് കരുതിയപ്പം ദേ അവൻ വീണ്ടും വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. എന്തിനാ ചേച്ചനെ വിട്ടേച്ചു പോയ? എനിക്ക് വേറെ ആരാ ഉള്ള? എവിടെ പോയാലും എന്നെയും കൂടെ കൊണ്ടുപോയി കൂടായിരുന്നോ? എന്നോട് പറയാതെ പോയത് എന്തിനാ? ചേച്ചി, വൈദേഹി, എന്താ മോളെ ഇത്? നീ എങ്ങോട്ടാ പോയത്? അമ്മ ഇട്ടിച്ച് പോകാൻ മാത്രമായോ നീ? പറയടി, പറ വൈദേഹി, പറ. നീ എങ്ങോട്ടാ മോളെ പോയത്? എന്ത് കാര്യത്തിന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? അമ്മയോട് പറ, പറ മോളെ. ചേച്ചിയോട് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ ചേച്ചിയുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. എന്താ ഉണ്ടായെന്ന് ധൈര്യമായിട്ട് പറഞ്ഞു. അച്ഛമ്മല്ലേ വീട്ടിൽ നിന്ന് ചേച്ചീനെ ഓടിച്ചത്?
എന്നാ പറയടി, ഞാനാണെന്ന്. ഞാനായിട്ട് നിന്നെ കുത്തിനു പിടിച്ച് പുറത്താക്കിയതാന്ന് ധൈര്യമായിട്ട് നിന്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്ക്. പറയടി. ഇനി അത് പറയാനും അവള് മടിച്ചെന്ന് വരില്ല. ഞാനാണല്ലോ ഏതു നേരം അവളെ എന്തെങ്കിലുമൊക്കെ പറയാറുള്ളത്. കിട്ടിയ നേരത്തിന് എനിക്കിട്ട് താങ്ങാൻ അവൾ ഒട്ടും മടിക്കില്ല. അമ്മേ, എന്തൊക്കെയാ പറയുന്നേ? വൈദേഹി അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനാ എപ്പോഴും വാക്കുകൾ കൊണ്ട് അവളിങ്ങനെ മുറിപ്പെടുത്തുന്നേ? മോളച്ഛന്റെ ജീവനാണെന്നറിയാലോ. എന്നെ നിനക്ക് അത്രയേറെ ഇഷ്ടമാണെന്നും അച്ഛനറിയാം. എന്നിട്ട് എന്റെ മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചെങ്കിൽ അതിന് തക്ക എന്തെങ്കിലും വലിയ കാരണമുണ്ടായിരിക്കും. എന്താണെന്ന് പറയും മോളെ. എന്താ മോൾ വിളിക്കുന്നത്? എന്താ മോളെ സംഭവിച്ചത്? മോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടേ ഞങ്ങളോടത് തുറന്നു പറഞ്ഞൂടെ? സുലേഖ, അവൾ ഒന്നും പറയാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണമുണ്ടാവും. വിട്ടേക്ക്. രക്ഷപ്പെട്ടു. ഇതുവരെ അവളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പേടിയുണ്ടെന്നർത്ഥം. അത് മതി എനിക്ക്. എന്നാലും നിന്നെ ഞാൻ വിടില്ലടി. ഈ വീട്ടിൽ നിന്നേക്കുമായി നിന്നെ പുകച്ചാലേ എന്റെ മനസ്സടങ്ങും. നിന്റെ ഇഷ്ടം മോളെ. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് എന്നോട് പറയണമെന്ന് തോന്നുമ്പോ പറഞ്ഞാൽ മതി. പക്ഷെ എന്റെ മോളെനിക്ക് ഇപ്പൊ ഒരു സത്യം ചെയ്തു തരണം. എന്തൊക്കെ ഉണ്ടായാലും, നിന്നെ ആരെന്ത് പറഞ്ഞാലും എന്റെ മോൾ അച്ഛനെയും അമ്മയും വിട്ട് എങ്ങോട്ടും പോകരുത്. എന്താ മോളെ നീ ആലോചിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛന് വേണ്ടി നീ ഇതുപോലും ചെയ്യില്ലെന്ന്? അങ്ങനെയൊന്നും പറയല്ല അച്ഛ. എന്റെ അച്ഛന് വേണ്ടി ഞാൻ ജീവൻ കളയാനും തയ്യാറാ. എന്നാൽ എനിക്ക് സത്യം ചെയ്തതാ. എന്താ ചേച്ചി ഇനി ആലോചിക്കുന്നേ? എന്റെ അച്ഛന് വേണ്ടി ഞാൻ ജീവൻ കളയാനും തയ്യാറാവും.
കൊന്ന് കുഴിച്ചു മൂടും. നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ലടാ. അരുന്ധതി, നിന്റെ രക്തം ഞാൻ കുടിക്കും. നിനക്ക് ആ സമാധിയിൽ നിന്ന് പുറത്തു വരാനാവില്ല. വരും. ഞാൻ അനുവദിക്കില്ല. വരും. അനുവദിക്കില്ല. ഇത്ര നന്നായിട്ടാ ഞാൻ അഭിനയിക്കുന്നത്. ഞാനൊരു ഹീറോയിൻ ആവേണ്ടതായിരുന്നു. എന്നിട്ട് വേറെ ഏതോ ഒരുത്തേക്ക് ടിക്ടോക്ക് ചെയ്ത് ആസ്വദിക്കേണ്ട അവസ്ഥയാണല്ലോ. സാരമില്ലടി ശ്രേയ. ഹലോ, എവിടെ പോയി കിടക്കായിരുന്നു? എവിടെയും പോയി കിടക്കായിരുന്നില്ല. തർക്കുത്തരം പറഞ്ഞു കളിച്ച അടിച്ച് പല്ല് ഒഴിക്കും പറഞ്ഞേക്കാം. വർമ്മയുടെ വീട്ടിൽ ആ ഫോട്ടോ കൊടുത്തു. എപ്പോ ഇറങ്ങിയത്? അതെ, അവരുടെ വീട്ടിലെത്തി ഞാൻ. അകത്തേക്ക് കടക്കാൻ നേരത്തെ സാറ് ഫോൺ ചെയ്ത്. ഫോട്ടോസ് നന്നായിട്ടുണ്ടോന്ന് നോക്കിയാണോ സെലക്ട് ചെയ്തത്? നോക്കിയായിരുന്നു. കുറെ ഏറെ നല്ല ഫോട്ടോസ് ഉണ്ട്. വെറുതെ നോക്കിയാ പോരാ, ഓരോ ഫോട്ടോ നോക്കണം. ഒന്നിന് 2 വട്ടം ചെക്ക് ചെയ്യും. നല്ലതാണെങ്കിൽ മാത്രമേ അവർ ആൽബത്തിന് ഓർഡർ ചെയ്യൂ. വലിയ വീട്ടുകാരുടെ കാര്യമാ, ഓരോ കാര്യത്തിലും ശ്രദ്ധയുണ്ടാവണം. എത്ര വലിയ വീട്ടുകാരായിട്ടും എന്തുമാത്രം ചെലവാക്കിയിട്ടും ഒരു കാര്യമില്ല. കല്യാണ പെണ്ണിന്റെ മുഖം കാണുന്നില്ലല്ലോ. എല്ലാ ഫോട്ടോയിലും മുഖം മറിച്ചേക്കും. മുഖം മറിച്ചത് കൊണ്ടാണല്ലോ ഞാൻ രക്ഷപ്പെട്ടത്. എനിക്ക് പകരം ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടും എനിക്ക് ഈ വീട്ടിലെ മരുമകളായിട്ട് കഴിയാൻ പറ്റിയത് അതുകൊണ്ടാണല്ലോ. എല്ലാ ഫോട്ടോയിലും അങ്ങനെയൊക്കെ തന്നെ. ഒരു ചുവന്ന സാരി കൊണ്ട് മുഖം മൂടിയ ഒരു രൂപം. ഒരൊറ്റ ഫോട്ടോ കൊള്ളാം. വലിയ മെച്ചമൊന്നുമില്ല. അതില് ഫേസ് ശരിക്കും കാണുമൊന്നുമില്ല. കല്യാണപ്പെട്ടിന്റെ മുമ്പ് ഇരിക്കുന്ന താലത്തിന് ആ വെള്ളത്തിൽ മുഖം കാണാൻ പറ്റുന്നുണ്ട്. അയ്യോ, അത് പാടില്ലല്ലോ. ആ ഫോട്ടോ കണ്ടാല് കതിർ മണ്ഡപത്തിലെ ഞാനല്ലായിരുന്നെന്നും വൈദ്യേച്ചിയാണെന്നും എല്ലാവരും അറിയല്ലോ. ശരി സാർ, ഫോട്ടോസ് ഏൽപ്പിച്ചിട്ട് ഞാൻ സ്റ്റുഡിയോയിലേക്ക് വന്നോളാം. ഹലോ, ആരാണാവോ? കല്യാണത്തിന്റെ ഫോട്ടോസ് കൊണ്ടുവന്നിട്ടുണ്ട്. കല്യാണത്തിന്റെ ഫോട്ടോസ് റെഡിയാണോ? ഇതിനു വേണ്ടിയല്ലേ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നേ. ദേവചേട്ടാ, കല്യാണത്തിന്റെ ഫോട്ടോ കിട്ടി. അയ്യോ, ആ ഫോട്ടോസ് ആരെങ്കിലും കണ്ട എനിക്ക് പണിയാണല്ലോ. ദേവട്ടാ, ദേവട്ടാ, കല്യാണത്തിന്റെ ഫോട്ടോസ് കിട്ടി. ദേവട്ടാ, ദേവട്ടാ, അയ്യോ, ദേവട്ടാ, ദേവട്ടാ, കല്യാണ ഫോട്ടോസ് വന്നിട്ടുണ്ട് ദേവട്ടാ. ദേവട്ടാ, നോക്ക് ദേവട്ടാ, എന്ത് രസമാണ് നോക്കിയേ. ശ്രേയ ചേച്ചി കണ്ടില്ലേ? ഇതിലുണ്ടോ? ഇതിൽ എല്ലാവരും കാണാൻ നല്ല രസമുണ്ട്. എനിക്കിതൊന്നും കാണണ്ടേ. കല്യാണ ഫോട്ടോസ് എല്ലാം നല്ല രസമുണ്ട്. പറയുന്ന കേക്ക് എന്റെ വിനയ, പ്ലീസ്. ഞാൻ പിന്നെ കണ്ടോളാം. നോക്കിയേ, ഇതെങ്കിലും ഒന്ന് നോക്കിയേ.
ഒന്നും മതിയാക്കടാ. എത്ര നേരമായിട്ട് ഞാൻ പറയുന്നു. ദേവേട്ടന് എന്താ പറ്റിയേ? എത്ര ദിവസമായിട്ട് ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കാന്നറിയാവോ? ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ചേച്ചിയുടെ മുഖം ഏത് ഫോട്ടോയില? ഇതിനകത്തൊന്നും കാണുന്നില്ലല്ലോ. ശ്രേയ ചേച്ചി, എന്റെ അടുത്ത് വേറൊരു ഫോട്ടോ ഉണ്ടല്ലോ. ഞാനിതൊക്കെ ഇത് മോളിൽ കൊണ്ടേ കണ്ടിട്ട് വരാം. ഞാൻ കണ്ടിട്ട് നീ കണ്ടാ മതി. തൽക്കാലം നീ അങ്ങ് പോയേ. എന്തോമ്മ പ്ലീസ്, ഞാനൊന്ന് നോക്കിട്ട് പെട്ടെന്ന് തന്നേക്കാം. നോ വേ. എന്റെ ഡാർലിങ്ങിന്റെ ഫോട്ടോ ഞാൻ ആദ്യം ഒന്ന് കാണട്ടെ. കണ്ട് ആസ്വദിച്ചിട്ട് ഞാൻ തരാം. അയ്യോ എന്തോമ്മ, പ്ലീസ് 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 പ്ലീസ്, ഞാനൊന്ന് കണ്ടിട്ട് തരാന്നേ. പറ്റില്ലെന്ന് എത്ര വട്ടം പറയണം? പൂജയ്ക്ക് സമയായി, നീ പോയി റെഡി ആയിട്ട് വന്നേ. എന്തോമ്മ? ശ്രേയ ചേച്ചി ഇഷ്ടം കൊണ്ട് ചോദിക്കുമല്ലേ, ചേച്ചി കണ്ടിട്ട് വരുമല്ലോ. നിന്നോട് ആരാടാ അഭിപ്രായം ചോദിച്ചേ? പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തോ? ചെല്ല്, പോയി നോക്ക്, ചെല്ല്. നീ ഒന്ന് എഴുന്നേക്കടാ ദേവാ, പൂജ സമയത്ത് നടത്തണ്ടേ? സത്യമാണോ മോളെ? ഭഗവാന്റെ തിരുവാഭരണം മോഷ്ടിച്ചിട്ട് ആ പഴി നിന്റെ മേൽ ചാരിയെന്നോ? വഴി ചാരിയവര് അത് സത്യമാണെന്ന് വരുത്തി തീർത്ത് ഇവളെ ജയിലിൽ അടച്ചിരുന്നെങ്കിൽ പണ്ടാരം ഒഴിഞ്ഞു കിട്ടിയത്. അവിടുന്ന് അവളെങ്ങനെ രക്ഷപ്പെട്ടു വന്നു? സാരമില്ല, പോട്ടെ. നിനക്ക് തുണയായിട്ട് ഭഗവാൻ എന്നും കൂടെ ഉണ്ടാവും. അതുകൊണ്ടല്ലേ നിരപരാധിയാന്ന് തെളിഞ്ഞത്. അതിരിക്കട്ടെ, നീ നിരപരാധിയാന്ന് എങ്ങനെയാ തെളിഞ്ഞു? ആ ദൈവം എന്റെ മോളെ കാത്തത്. അതേ സുലേഖ, നമ്മുടെ ദേവൻ മോന അപ്പൊ അവിടെ ദൈവമായിട്ട് അവതരിച്ചത്. ഈ 2 കുടത്തിലും ദീപം കത്തിച്ചിട്ടുണ്ട്. 2 പേരും അത് തലയെ വെച്ചോണ്ട് അമ്പലത്തിന് ചുറ്റും 3 വട്ടം പ്രദക്ഷിണം ചെയ്യണം. കണ്ടോ കത്തി നിൽക്കുന്നത്? എന്റെ ദീപം അഖണ്ഡ ജ്യോതി പോലെ കത്തുക. സത്യത്തിൽ ഞാൻ ആ 2 കുടത്തിലും ദീപം തെളിയിച്ചിരുന്നില്ലടാ. ഇവളുടെ നിഴല് പോലും ദേവമോൻ കാണരുതെന്ന് വിചാരിച്ചതാ. എന്നിട്ട് അവൻ തന്നെ അവളെ ആപത്തിൽ നിന്ന് രക്ഷിച്ചെന്നോ? എന്തൊരു കഷ്ടം. കൃത്യസമയത്ത് സമയോചിതമായി ചിന്തിച്ച് ദേവൻമോൻ ഇവളെ അവിടുന്ന് രക്ഷിച്ചു. അല്ലായിരുന്നെങ്കിൽ ചെയ്യാത്ത തെറ്റിന് എന്റെ മോള് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേനെ. അപമാനം കൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് മുഖമില്ലാണ്ട് വന്നേനെ. ഏത് ജന്മത്തിലെ പുണ്യാണ് ഇങ്ങനൊരു മരുമോനെ നമുക്ക് കിട്ടിയത്.
അത് പുണ്യമല്ല അച്ഛ. ദേവേട്ടനെ ദൈവം പറഞ്ഞയച്ച്. വൈദേഹി ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ദേവേട്ടനെ സഹായിക്കേണ്ടത് അത് ദേവേട്ടന്റെ കടമയല്ലേ? അതെന്തൊരു പറച്ചിലാടാ. അവന്റെ കടമയൊക്കെ ശ്രേയയുടെ എടുത്താ. ശ്രേയ ചേച്ചിയെ പോലെ വൈദേഹി ചേച്ചി മെന ചേച്ചിയല്ലേ? ദേവൻ ചേട്ടൻ അളിയനുമാണല്ലോ. ഇപ്പൊ കിളവിയുടെ മുട്ട് വിറയ്ക്കുന്നുണ്ടാവും. നിക്ക് കിളവി, സത്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. അന്നുണ്ട് നിനക്ക്. നമ്മുടെ ദേവമോന്റെ പക്വതയും ബുദ്ധിയും കണ്ട് ഞാൻ അതിശയിച്ചു പോയി. ഇങ്ങനൊരു മരുമോനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യ, നമ്മുടെ മോള് ചെയ്ത പുണ്യ. സുലേഖ, അമ്പലത്തിലെ രസീത് ബുക്ക് നീ എവിടെ വെച്ച്? അകത്തിരിപ്പുണ്ട് ചേട്ടാ. ചേട്ടൻ എടുത്തു തരാം. എന്തെന്നാടി, മോള് ചെയ്ത പുണ്യാന്ന് പറഞ്ഞപ്പോ നീയാണെന്നെങ്ങാനും തോന്നിയോ നിനക്ക്? നിനക്കും ദേവനും യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളത് മറക്കണ്ട. അത് ചേച്ചിയുടെ പുണ്യല്ലെന്ന് പറയാൻ പറ്റോ? ചേച്ചി അടിച്ചൊഴിച്ചതിന് ഇതുവരെ ചേച്ചി മിണ്ടാൻ നിൽക്കുന്നത് തന്നെ വലിയ കാര്യ. അല്ലെങ്കിൽ നല്ല ഒന്നാം തരം പണി കിട്ടിയാനെ. അച്ഛമ്മേ, ഈ പാവം ചേച്ചിയെ ദ്രോഹിക്കുന്നതിനൊക്കെ അച്ഛമ്മക്ക് ദൈവം തന്നോളും. എന്റെ ചേച്ചിയെ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ചില്ലേ? എന്നിട്ട് എന്തായി? ദേവചേട്ടൻ തന്നെ വന്ന് എന്റെ ചേച്ചിയെ വീണ്ടും ഈ വീട്ടിൽ കൊണ്ട് എത്തിച്ചില്ലേ? അച്ഛമ്മ എത്രയൊക്കെ ശ്രമിച്ചാലും ചേച്ചിയും ദേവേട്ടനും ഒന്നാവണമെന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമോ? വായടച്ചോടാ കുരുപ്പേ. ഗുണവധികാരം പറയുന്നു. ചെറിയ വായിൽ വലിയ വർത്താനൊന്നും വേണ്ട. അടിച്ച് നിന്റെ പല്ലി ഞാൻ കൊഴിക്കുവേ. കുറച്ചായി നിന്റെ വർത്താനം കൂടുന്നുണ്ട്. ഇനി ആ ദൈവങ്ങൾ മുഴുവൻ താഴോട്ടിറങ്ങി വന്നാലും എന്റെ മോള് തന്നെയാ ആ വീട്ടിലെ മരുമോള്. എന്റെ ശ്രേയമോളാ അവിടുത്തെ മഹാറാണി. വേണ്ടാത്ത ചിന്തകളൊന്നും നീ മനസ്സിൽ കൊണ്ട് നടക്കണ്ട. ഞാനൊന്ന് ഒരുമ്പെട്ട് ഇറങ്ങിയാല് പിന്നെ നിന്റെ പൊടി പോലും കാണില്ല. ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് പിന്നെയും ചേച്ചിയെ പേടിപ്പിക്കാൻ നോക്കുക. അച്ഛമ്മക്ക് ദൈവം എന്തായാലും കൊടുത്തോളും. അച്ഛനോട് സത്യം തുറന്നു പറഞ്ഞാലോ എന്ന് വരെ തോന്നിപ്പോയി. അതിരിക്കട്ടെ, അച്ഛമ്മ ചേച്ചി ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ചതല്ലേ? മാധവ, അത് നീ അങ്ങ് വിട്ടുകളഞ്ഞേ. അച്ഛനോടാണെങ്കിൽ എനിക്കൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയാ. ഞാനൊന്നും പറയുന്നില്ല. ദേവൻചേട്ടൻ തന്നെ വഴി കണ്ടെത്തിക്കോളൂ. ചേച്ചി വേണമെങ്കിൽ കണ്ടോ. ഇപ്പൊ തന്നെ ചേച്ചി ഇടുന്ന് പോയപ്പോ ദേവൻചേട്ടനെ ദൈവം പുറകെ പറഞ്ഞയച്ചില്ലേ? അതേപോലെ നമ്മുടെ ദേവൻചേട്ടൻ ഒരു ദിവസം വൈദേഹി ചേച്ചി കൊട്ടാരം വീട്ടിലേക്ക് കൊണ്ടുപോകും നോക്കോ. എന്നിട്ട് ഭാര്യ ആക്കുകയും ചെയ്യും. മാധവ, നിന്നോട് ഇപ്പൊ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചോദിച്ചോ? കേൾക്കാനായിട്ട് ഇവിടെ ആരുമില്ല ചേച്ചി. പക്ഷെ മോളിന്ന് ദൈവം എല്ലാം കേൾക്കുന്നുണ്ട്. ചെയ്യാനുള്ളതെല്ലാം ദൈവം തന്നെ ചെയ്തോളും.